ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ? വെറും 2 ചേരുവകൾ കൊണ്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടു ഐറ്റമാണ് കേട്ടോ അത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡുവാണിത്. നമ്മുടെ കുട്ടീസിനൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എളുപ്പമാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ് കേട്ടോ. ഞാനിപ്പോൾ 2.5 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർക്കുന്നത്. ഞാൻ 250 ml കപ്പിൻ്റെലാണ് കേട്ടോ തേങ്ങ ചിരവിയത് അളന്നെടുത്തത്. തേങ്ങ ചിരവിയതിന് ശേഷം മെഷർമെൻറ്റ് കപ്പിലൊന്ന് അളന്നെടുത്താൽ മതി. 2.5 കപ്പോളം ഉണ്ടാവും. അപ്പോൾ ഈ തേങ്ങ നമ്മൾ ഈ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവൊന്നും വേണ്ട. ഈ തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കര ചീവിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കര ഇടികല്ലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് 1 കപ്പാണ് കേട്ടോ. 250 ml കപ്പിന് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ശർക്കര മെൽറ്റ് ആവുന്നത് വരെ നമ്മളിത് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ഈ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ശർക്കര മെൽറ്റ് ആവുന്നത് വരെ. അപ്പോൾ കണ്ടോ, ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഒന്ന് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പലണ്ടി, റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ജസ്റ്റ് ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ നമ്മുടെ ലഡു കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇടാതെ ഇരിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കയ്യിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറും 2 ചേരുവകൾ മതി കേട്ടോ ഈ ലഡു ഉണ്ടാക്കാൻ. ശർക്കരയും തേങ്ങയും മാത്രം. പിന്നെ നെയ്യൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. അതുപോലെ ഏലക്ക ഒരു ഫ്ലേവറിന് വേണ്ടി, അതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കപ്പലണ്ടി ഞാൻ ലഡു ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തതാണ്. അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. പിന്നെ 5 മിനിറ്റ് മതിയല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കിയിട്ട് കാണുന്നില്ലേ, കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ടല്ലേ. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടീസിന് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ലഡുവാണ്. ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് ഒട്ടും പേടി വേണ്ട. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.